ഹലോ ഫ്രണ്ട്സ്, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഒരു ചായ കുടിക്കാൻ പോയാലോ എന്നിങ്ങനെ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ പോയത് റിഫേല് ഈ ഇടയ്ക്ക് ഓപ്പൺ ആക്കിയ കറക്കൽ ഷെറാക്കി എന്ന് പറഞ്ഞൊരു ചായക്കടയിലാണ് കേട്ടോ. നമ്മളവിടെ ചെല്ലലും കടേന്റെ ഷട്ടർ അങ്ങ് ഓപ്പൺ ആക്കി. കറക്റ്റ് 4 മണിയായപ്പോഴാണ് ഓപ്പൺ ആക്കിയത്. അവിടെയാണെങ്കിൽ ചില്ലിങ്കൂട്ടിൽ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന കുറെ ചായക്കടികളും. ഉച്ചയ്ക്കാണെങ്കിൽ ഒന്നും കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ കൽമാസ് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ബഹ്റൈനിൽ നിന്ന് പല സ്ഥലത്തുനിന്നും കൽമാസ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കൽമാസ് ഞാൻ ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നാട്ടിൽ നിന്ന് കല്ലുമ്മക്കായി കഴിക്കുന്ന സമയത്ത് ആ മാവിനൊരു പ്രത്യേക ടേസ്റ്റ് ഇല്ല. ആ ഒരു ടേസ്റ്റ് തന്നെയുണ്ട് എനിക്ക് ഇവിടെയും കിട്ടിയത്. നല്ല സ്പൈസി ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ജീരകമൊക്കെ ഇങ്ങനെ കടിക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂട് ചായൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഒരു കൽമാസ് കഴിച്ചപ്പോൾ സംഭവം വേറെ ലെവൽ തന്നെയായിരുന്നു. നെക്സ്റ്റ് ട്രൈ ചെയ്തത് ഈ ഒരു മക്രോണിയാണ് കേട്ടോ. ചിക്കനിലാണ് ഇത് വരുന്നത്. ഇതിന് 200 ഫിൽസ് ആണ്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു മക്രോണി കൂടെ കഴിച്ചപ്പോഴേക്ക് എന്റെ വേറെ ഒരുവിധം ഫുള്ളായിട്ടോ. കാറിലിരുന്ന് കഴിക്കുന്നുണ്ട്. ഇക്കൊക്കെ അങ്ങോട്ട് കോരി കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതി. അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോരിയും വാരിയൊക്കെ കൊടുത്തു. ഇപ്പൊ സമ്മർ സീസൺ ആയതുകൊണ്ട് ചായ ഒന്നും നല്ല വേണ്ടെങ്കിൽ നല്ല 500 ഫിൽസ് നല്ല പൊരിച്ച അവൽ മിൽക്ക് ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. ആ പൊരിച്ച അവലിന്റെ ശബ്ദം കേട്ടോ. 500 ഫിൽസിന്റെ ഈ അവൽ മിൽക്ക് ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. പൊരിഞ്ഞ അവലിന്റെ ക്രിസ്പിനെസ്സും ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ കപ്പലണ്ടിയും അതൊക്കെ കൂടി ഇങ്ങനെ ഐസ്ക്രീമോട് കൂടെ കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. 500 ഫിൽസിന് നല്ല വെറുത്താണ്. നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ ഇവിടെയുള്ള സാധനങ്ങൾക്ക്. ഇത് കൂടാതെ നല്ല തണ്ണിമത്തൻ ജ്യൂസും അതുപോലെ തന്നെ നന്നാരി സോഡാ സർബത്തൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സോഡാ സർബത്തിൽ കസ്കസും ലെമണും അതുപോലെ തന്നെ മിന്റൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഒരു സിഗ്നേച്ചർ ഐറ്റം കൂടി ഉണ്ട് കേട്ടോ ചായക്കടയിൽ. നല്ല നെയ്പത്തിൻ്റെ ഉള്ളിൽ മുട്ടയൊക്കെ നിറച്ചിട്ടൊരു സംഭവം. ഇതൊരു വൈകുന്നേരം 6 മണിയൊക്കെ ആകുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു നെയ്പത്തിൽ നിറച്ചത് കിട്ടുന്നത്. വൈകുന്നേരം ആയിക്കന്നെ നല്ല നാടൻ ഇലയുടെയോ നെയ്യപ്പോ മുള്ളിവടയോ മുളക് ബജി കട്ട്ലേറ്റ് കൽമാസ് ബ്രെഡ് പോക്കറ്റ് അങ്ങനെ എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഇവരുടെ ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ കുഞ്ഞിപ്പത്തില്. ഷോപ്പിന്റെ പേര് മറക്കണ്ട, കറക്കൽ ഷെറക്കി. റിഫ സൂക്കില് ഫുട്ബോൾ സൂപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത്. അതായത് ടിപ് ടോപ്പ് ബോത്തിക്കിന്റെയും ഫുട്ബോൾ സൂപ്പർ മാർക്കറ്റിന്റെയും ഇടയിലുള്ള ഒരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഷോപ്പ് കാണുന്നതായിരിക്കും. കൂടിയ കൗമത് കേറിയ മാറുന്നതാണ്.